അങ്ങനെ ചാടി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവിടെ ബ്ലോക്ക് ആവുന്ന സമയമുണ്ട്. ആ മറ്റേ ട്രാഫിക് സിഗ്നലിൽ വണ്ടി ഹോൾഡ് ചെയ്ത് കിടക്കൂലേ, അതിന്റെ വീഡിയോ പോയി എടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കണം വിചാരിച്ച കാര്യം തന്നെയല്ല. കാര്യം നിളാ നമ്പ്യാരായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ നിളാ നമ്പ്യാറാക്കി നായർ സമുദായത്തിന്റെ പേര് വന്നത് നിങ്ങളടുത്ത് വന്നത്. അപ്പോൾ ഒരു സമുദായത്തിൽ മറ്റൊരു സമുദായത്തെ വന്നാൽ സമുദായത്തിന്റെ ആളിനെ കൂട്ടുപിടിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളതായിരുന്നു അവർ അജണ്ട. അല്ലല്ല, എനിക്ക് ഞാൻ പറയല്ലേ, നിളാ നമ്പ്യാർ എന്ന് പറഞ്ഞ സ്ത്രീ, എനിക്ക് അവരുടെ പേര് നിളാ നമ്പ്യാർ എന്ന് അറിയാം. എൻ്റെ അടുത്ത് വരുമ്പം അവരുടെ പേര് നിളാ നമ്പ്യാരാണ്. അവർ വേറൊരു സമുദായത്തിൽ നിന്ന് വന്ന ആളാണെന്ന് എനിക്കറിയില്ല, ഒന്നാമത്തെ കാര്യം. അതിനെപ്പറ്റി നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നോട് റീൽ ചെയ്യണമെന്ന് ആഗ്രഹം പഠിപ്പിച്ച ഒരു സ്ത്രീ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതി. അവരെങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴേക്കോ ഞാൻ അവരുടെ റീൽസിൽ കണ്ടിട്ടുണ്ട് നിളാ നമ്പ്യാരെ. അല്ലാതെ ഈ പറയുന്ന കണക്ക് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവരുടെ പഴയ പേര് എന്താണെന്ന് എനിക്കറിയില്ല, ആ പേര് അവരുടെ സമുദായം എന്താണെന്ന് അറിയില്ല. ഒരു ഇൻ്റർവ്യൂവിലാണ് അവർ തുടങ്ങുന്നത്. അപ്പം അത്തരത്തിലൊരു സ്ത്രീ വരുമ്പം അത് ഒരു പ്രോപ്പർ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ പേരിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന വാലെന്നുള്ള ഞാൻ ഇട്ടതല്ല. ഇപ്പം മുകേഷ് എം നായർ എന്ന് മുകേഷ് മുരളീധരൻ നായർ എൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ അത് ജാതി അച്ഛൻ്റെ പേരിലുണ്ട് ജാതിപ്പറ്റും. ഇപ്പം എൻ്റെ പേരിൽ അച്ഛൻ്റെ പേര് ചേർക്കുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. എന്നാൽ തത്വത്തിൽ എൻ്റെ പേരിലില്ല എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും പേര് വെച്ച് ഞാൻ എപ്പോഴും മുകേഷ് എന്നേ പറയാറില്ല, മുകേഷ് എം നായർ എന്ന് പറയാറില്ല. അങ്ങനെ പറയണമെന്നാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. നമ്മളിപ്പോൾ പാസ്പോർട്ടിൽ പോലും നമ്മൾ അച്ഛൻ്റെ പേരാണ് ആദ്യം ചേർക്കുന്നത്. അത് നമ്മൾ അഭിമാനമാണ്. ഈ മറ്റേ ഈ കൊമ്പൻ്റെ നെറ്റിപ്പെട്ടതൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ പേര് ചേർക്കുന്ന അഭിമാനമല്ലേ. അത് കൊള്ളാമെന്നുള്ള തന്തയാണെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുകയും വേണം, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ അച്ഛൻ്റെ സ്വന്തക്കാരനാണ് അനീഷ് അങ്ങനെ വാലപ്പോഴും നമുക്ക് ഉറപ്പായിട്ട് അനീഷ് ഖാൻ ആ ഒരു സാധനമാണ്. പക്ഷെ അനീഷ് ഖാൻ എന്നാണ്, അനീഷ് സഫറുള്ള ഖാൻ, അനീഷ് എസ് ഖാൻ എന്നല്ല ആയിരിക്കും അല്ലേ? അത് എസ് വെൻ എക്സ്പാൻഡ് അതാണ്. അത് എന്നും പറഞ്ഞ അനീഷ് ഖാൻ എന്ന് പേരിട്ടെന്ന് പറഞ്ഞ അനീഷ് ജാതി സ്പിരിറ്റുള്ള ആളാണ്. അങ്ങനെ നടക്കാൻ പറ്റുമോ ചേട്ടാ? എന്നെ പ്രത്യേകിച്ച് ഞാൻ ഇന്റർവ്യൂറാണ്, ഒരു കലാകാരനാണ്, അങ്ങനെ ഒരിക്കലും നടക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചോദ്യങ്ങൾ വന്നുകൂടായില്ല, വന്നിട്ടുണ്ടായിരിക്കാം മേ ബി. തീർച്ചയായിട്ടും എന്നോട് ഇപ്പം പലരും ചിലർ സൗഹൃദത്തിൽ അടയാൻ വേണ്ടി പറയാറുണ്ട്. ഞാനും ഒരു നായരാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ലേഡീസും പറയാറുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതലും ലേഡീസ് ആണെന്ന് തോന്നുന്നു ഫോളോ ചെയ്യുന്നത്. ഇൻസ്റ്റയിലായാലും ഒറിജിനലായാലും എങ്ങനെയായാലും എനിക്ക് തോന്നുന്നത് അതായിരിക്കാം. ഒന്ന് ലാലേട്ടൻ്റെ ഒരു മാനേഴ്സം, അത് ആരിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ പെണ്ണ്? അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കാരണം എന്നാൽ എനിക്കൊന്ന് ഈ ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫുഡ് കൂടുതൽ കുക്ക് ചെയ്ത് ഞാൻ ആദ്യം ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസാണ്. ഫസ്റ്റൊക്കെ ചെയ്തുകൊണ്ടുള്ള കുക്കിംഗ് വീഡിയോസാണ്. അപ്പം ഫുഡ് ആദ്യം കുക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, നന്നായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്മളിങ്ങനെ ഹിപ്പോക്രസി ഒന്നും ഇല്ലാതെ പറയുന്ന ഇതുണ്ടായിരിക്കാം എന്ന്. പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വേറെ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല. വീഡിയോ എല്ലാം തുറന്ന് പറയാറുണ്ട്. നമ്മളൊരു ഇപ്പോൾ ഒരിടത്ത് പോയാൽ നമ്മൾ ഇന്നത് കഴിക്കും അല്ലെങ്കിൽ മദ്യം കഴിക്കുമെന്ന് വെച്ചാൽ അത് തെറ്റായ കാര്യമല്ലല്ലോ. ചേട്ടാ, ഇപ്പോൾ ഓൾഡ് വീഡിയോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം ഞാനിങ്ങനെ ചെയ്താൽ സമൂഹം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മ അവരൊക്കെ എന്തായാലും കണ്ടിട്ട് എന്തായാലും പറയുക, അങ്ങനെയുള്ള ചിന്ത വന്നിട്ടുണ്ടോ? ബോൾഡ് ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ ബോൾഡ് ഫോട്ടോഷൂട്ട് അങ്ങനെ നടത്തിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാം റീക്രിയേഷൻസാണ്. മലയാള സിനിമയിൽ ഇതുവരെ ഇപ്പോൾ അർഷയായിട്ട് ചെയ്ത 2-3 വീഡിയോകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പൊയ്കയിൽ കുളിർ പൊയ്കയിൽ, അത് മോഹൻലാലും മാനപ്രിയ അവർ രണ്ടുപേരും, ലാൽ സാറ് ഗംഭീരമായിട്ട് ചെയ്തൊരു സാധനമാണ്. മാനപ്രിയ മാഡം രണ്ടുപേരും കൂടെ നന്നായിട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അവർ ചെയ്തൊരു സാധനം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പം അതിനെ എങ്ങനെ ഒരു മോശമാക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ആ സിനിമയിൽ ഓൾറെഡി വന്ന സാധനമാണ്. അതിനെ നമ്മൾ മാക്സിമം ഭംഗിയായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ജെനുവിൻ ആ ഒരു സോങ് ഇട്ടതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വ്യൂസാണ് നമ്മളെ വീഡിയോയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ഇപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എടുക്കുന്നതല്ല. അതുകൊണ്ട് കുറച്ച് അവരോട്ട് അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ തോന്നിയിട്ടില്ല. കാരണം എന്ത് തെറ്റാണ്? നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ല, ഓരോരുത്തരുടെ ചിന്ത അങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് ചില സമയം തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് പുള്ളിക്കാരൊരു എന്താണ് ഇങ്ങനെ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ത് മെസ്സേജാണ് അതിനകത്ത് കൊടുക്കുന്നത് സ്വാഭാവികം ചിന്തിക്കാറുണ്ട്. പക്ഷേ മെസ്സേജ് അല്ല, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലിയാണ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഞാൻ ചിന്തിച്ചു പോകുന്നത് അതല്ല, അത് എൻ്റെ ഹാപ്പിനെസ്സും കൂടെയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന സാധനം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അവർ നമ്മൾ അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആൾക്കാർ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന. അല്ലെങ്കിൽ ഒരുപാട് ഞാൻ പറയുന്ന ഒരുപാട് ആക്ട്രസുമായിട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇപ്പം ഹണി റോസുമായിട്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ ചെയ്തുള്ള ഇൻഫ്ലുവൻസർ ഞാനായിരിക്കും. ഒരുപാട് ഇന്നോവേഷൻസ് ഹണി റോസുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു റീല് പുള്ളിക്കാരിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ
അവർക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു ആക്ടറോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആരുമല്ല, നമ്മളവിടെ ഒരു പുള്ളിക്കാരായിട്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സൈഡിൽ എൻ്റെ ക്യാമറമാൻ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ക്യാമറമാൻസ് ആണ് നമുക്കൊരു വീഡിയോ ഒരുമിച്ച് എടുത്താലോ, പുള്ളിക്കാരൻ വരും മുകേഷ് നമുക്ക് എടുക്കാം. അപ്പോൾ അത്രയും ജനറസ് ആണ് ഓരോരുത്തർ. അപ്പോൾ അവരെപ്പോലൊരു സ്ത്രീ എന്നെപ്പോലൊരാളെ എൻ്റർടൈൻ ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എന്നോട് റീൽ ചെയ്യാമെന്ന് ചോദിക്കുന്നത് നമ്മൾ എൻ്റർടൈൻ ചെയ്തോളാം. തീർച്ചയായിട്ടും അത് ഭയങ്കര ഉദാഹരണം തന്നെ. അതിനകത്ത് ഞാനൊരു വേദിയിൽ വെച്ച് ഞാൻ കണ്ടു, ഹണി റോസുമായിട്ടുള്ളൊരു സ്റ്റേജിൽ ചേട്ടാ ഹണിയും കൊടുത്ത് റോസും കൊടുത്തു. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ആ ഒരു വേദി വെച്ചിട്ട് നല്ല ഹണി ചേട്ടൻ ഒറിജിനൽ ഹണിയാണെന്ന് പറഞ്ഞ് കൊടുത്തു, റോസ് കൊടുത്തത്. കൊടുത്തപ്പോൾ ഉള്ളൊരു അത് ആ തോട്ട് എന്താണെന്ന് അവിടെ വെച്ച് കൊടുക്കാൻ തോന്നുന്നു. അല്ല, എനിക്ക് ഹണി റോസിനെ വലിയ ഇഷ്ടമാണ്. കാരണം ഒരു നല്ലൊരു പോസിറ്റീവ്, ഇവിടെ അവർ ഒരുപാട് പേര് കമൻസിലൂടെയൊക്കെ ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു മറ്റേ BP ചെയ്താൽ മതി മാത്രം ഒന്ന് വിചാരിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു സ്ത്രീയാണ്. അപ്പോൾ അത് തന്നെയാണ് അവരോടുള്ള ഇഷ്ടം. അല്ല, അവരാരും പറഞ്ഞോട്ടെ, പക്ഷെ അവർ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഒരാളെ എങ്ങനെ ബോഡി ഷേപ്പ് നടച്ചേട്ടൻ തന്നെ ഇഷ്ടംപോലെ നടത്തുന്നുണ്ടായിരിക്കാം. ഞാൻ ഈയിടയ്ക്ക് വളരെ ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് ഒരു സാധനം ചെയ്തപ്പോൾ ഏകദേശം ഹണി റോസിൻ്റെ അത്രയും ഉണ്ടല്ലോ ബാക്ക് എന്നൊരു കമൻറ്റ് ഞാൻ താമസം കൊടുത്തു. ആയിക്കോട്ടെ. പിന്നെ എല്ലാവർക്കും ആഗ്രഹമാണ് സണ്ണി ലിയോണിയുടെ ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് കാണുക എന്നുള്ളത്. അവരെന്ത് തരത്തിലുള്ള ആർട്ടിസ്റ്റും ആയിക്കോട്ടെ, പക്ഷേ ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നല്ലൊരു സ്ത്രീയാണ് അവർ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, നേരിട്ട് കാണാനും ഫ്ലവർ വൈസ് കൊടുക്കാനും വെൽക്കം ചെയ്യാനും പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു മാർഗം ഉണ്ടായിട്ടുണ്ട്. ബോംബെയിൽ അവരുടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്. അവിടെ ഭക്ഷണം അവിടെ ഷൂട്ടിന് വേണ്ടി പോയതാണ്, പ്രൊമോഷൻ ഷൂട്ടായിട്ട്. സണ്ണി ലിയോണായിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് സണ്ണി ലിയോൺ. ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ബ്രാൻഡ്. എനിക്കൊരു 55 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫീമെയിൽ ഇൻഫ്ലുവൻസറാണ്. അത്തരത്തിലുള്ള ഒരാളുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, അത് ആ ഒരു സാധനം കോർഡിനേറ്റ് ചെയ്ത ആൾക്കാർ കേരളത്തിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ എന്നെ പരിഗണിച്ചതിന്, പിന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നെ പരിഗണിച്ചതെന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്നെ പരിഗണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മേ ബി ഇത്തരം എന്താണ് പറയുക വീഡിയോ ഒക്കെ ചെയ്ത് നടക്കുന്നുകൊണ്ടാണെന്നറിയില്ല. അല്ലെങ്കിൽ ഈ കമൻറ്റോളികളുടെ ഭാഷ ഇത് കുൽസിത വീഡിയോകളാണ്, ഈ കുൽസിതങ്ങൾ കാണിക്കുന്ന ആളായതുകൊണ്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ചാവാം. പക്ഷേ വേറെ കമന്റ് അതിനകത്ത് വന്നിട്ടുണ്ട്, രസകരമായിട്ടുള്ള കമന്റ്. ഇനിയിപ്പോൾ അടുത്തത് സണ്ണി ചേച്ചിയായിട്ടുള്ള നമുക്കൊരു വീഡിയോ കാണാം മുകേഷ് അണ്ണനുമായിട്ട്. അത് കുറച്ച് വൈറലാവുന്ന കുറച്ചൊരു 2-3 കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയായിട്ട് റീല് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അവരുദ്ദേശം വേറെ ഒരു അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇനി അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം. അത് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മൾ ഏതിനും റെഡിയാണല്ലേ, നമ്മൾ എന്തിനും റെഡിയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ വേൾഡ് റെക്കോർഡ് കിട്ടിയ സമയത്ത് വീട്ടിൽ അറിയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചായിരുന്നു? അമ്മയാണ് തീർച്ചയായിട്ടും. അമ്മ എന്താണ് പറഞ്ഞത്? അമ്മയും മോളും എല്ലാം. കാരണം ഇതൊരു ആക്ച്വലി ഇത് റിസീവ് ചെയ്യുന്നതിന് അന്നാണ് വീട്ടിൽ പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവർ മോളെന്താ സ്കൂളിൽ പോകാൻ ഓൾറെഡി ഒക്കെ റെഡിയായി നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. കാരണം എൻ്റെ ഫാമിലി ഭയങ്കര പ്രൈവറ്റായിട്ട് സൂക്ഷിക്കും.